ഇന്ന് AK ബാലൻ്റെ പ്രസ്താവന വരുന്നത് ബാലൻ ഈ പറയുന്ന ബലിയാടുകളുടെ പിന്നാലെ കൂടിക്കൊണ്ട് അവരിൽ നിന്ന് വോട്ട് പറ്റാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ബാലൻ്റെ പരിശ്രമം. ഏതാണെങ്കിലും ഒന്നെനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, മാറാടിലുള്ള ജനങ്ങൾ, കേരളത്തിലെ ഹൈന്ദവ ജനങ്ങൾ ഈ പറയുന്ന ബാലൻ്റെ കുൽസിത വൃത്തിയെ സംബന്ധിച്ച് തികച്ചും ബോധവാന്മാരാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പറയുന്ന മാറാട് കലാപത്തെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഹൈന്ദവ ജനതയെ ബാലൻ്റെ കൂടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ കൂട്ടാമെന്നുള്ള വ്യാമോഹം ബാലനുണ്ടെങ്കിൽ ആ ഒരു മോഹം വ്യാമോഹമായിട്ട് തന്നെ പര്യവസാനിക്കുകയുള്ളൂ. അതാണ് അതിനകത്ത് ഒന്നുള്ളത്. രണ്ടാമത്തത്, ഞാൻ ചില ചാനലുകളിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ചോദിക്കാറുണ്ട്, മാറാട് കലാപം ഇപ്പോഴാണോ പറയുക? 22 വർഷം കഴിഞ്ഞില്ലേ? എൻ്റെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 921 വിഷയം നിങ്ങൾ ചർച്ച ചെയ്തില്ലേ? ചർച്ച ചെയ്തല്ലോ. ഞാനടക്കമുള്ള ആളുകൾ മനോരമ ചാനൽ ചർച്ചയിൽ പങ്കെടുത്താണല്ലോ. ഇന്ന് മാത്രമല്ല, ഇന്ന് നിങ്ങൾ 2002 നടന്നിട്ടുള്ള ഗുജറാത്ത് ഹിന്ദുക്കൾ ആക്രമിച്ചതിന് ഹിന്ദുക്കൾ തിരിച്ചു പ്രതികരിച്ചതിനെ വംശഹത്യ എന്നുള്ള പേരിൽ ആക്ഷേപം ചുരിഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെതിരായിട്ട് നിങ്ങൾ ഇന്ന് പടപ്പുറപ്പാട് നടത്തുന്നില്ലേ? നരേന്ദ്രമോദിക്കെതിരായിട്ട് നിങ്ങൾ ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളെല്ലാം തന്നെ അന്ന് ഗുജറാത്ത് കലാപത്തിനോട് അനുബന്ധിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ പറയുന്ന മാറാട് 2003 നടന്നെങ്കിൽ 2002 ഗുജറാത്തിൽ കലാപം ഉണ്ടായിട്ടുള്ളത്. 1921 മലബാർ കലാപം ഉണ്ടായിട്ടുള്ളത്. ഈ കലാപങ്ങളെല്ലാം തന്നെ ഹൈന്ദവ ജനങ്ങളുടെ നേർക്ക് മെക്കെട്ട് കയറാനുള്ള പരിശ്രമമാണെങ്കിൽ ഗുജറാത്തിൽ ശക്തമായ രീതിയിൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു. ഇന്ന് ഇവർ മനസ്സിലാക്കേണ്ട വസ്തുത, ഹിന്ദുക്കളെ സംബന്ധിച്ച് കേരളത്തിലെ ഹിന്ദുക്കൾ ആരും അപലരല്ല. ശക്തമായിട്ട് തിരിച്ച് പ്രതികരിക്കാനുള്ള കരുത്തുള്ളവരാണ്, കഴിവുള്ളവരാണ്, തൻ്റെ ഇടമുള്ളവരാണ്. ആ പറയുന്ന ആളുകൾക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യാതൊരു അച്ചാരത്തിൻ്റെ ആവശ്യമില്ല. ഇവിടുത്തെ മാധ്യമങ്ങളുടെ പിന്തുണയുടെ ആവശ്യമില്ല. മാധ്യമങ്ങൾ എന്തെല്ലാം പറഞ്ഞ് കുട്ടിക്കുഴിച്ചാലും, അന്ന് മാധ്യമങ്ങളൊക്കെ ആരോടെയായിരുന്നു? 2003 8 പേരുടെ അടങ്ങുന്ന ആളുകളുടെ കൊല ചെയ്യപ്പെട്ട സമയത്ത് ആ കൊല ചെയ്യപ്പെട്ടവരെ കൂടെ നിൽക്കുന്നതിന് പകരം തീവ്രവാദികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുവാനുള്ള പരിശ്രമത്തിലായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ. കേരളത്തിലെ എണ്ണപ്പെട്ട പേരുകൾ പറയുന്നില്ല, കേരളത്തിലെ എണ്ണപ്പെട്ട മാധ്യമങ്ങൾ എല്ലാവരും ഈ പറയുന്ന തീവ്രവാദികളായിരിക്കുന്ന കൊള്ളക്കാരായിരിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്.